ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. ഇത് ആക്ച്വലി 2 മാസം കഴിഞ്ഞു കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. ഡിസംബർ 8 നടന്നിട്ടുണ്ടായിരുന്ന ഒരു പരിപാടിയാണിത്. ഇത് ഞങ്ങളെല്ലാ ബേക്കേഴ്സും കൂടിയിട്ട് ഞങ്ങളുടെ ബേക്കറായിട്ടുള്ള 2 ഫ്രണ്ട്സിന് ബ്രൈഡൽ ഷോ പാർട്ടി ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒരുക്കിയതാണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാനിന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഇതുവരേക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് എൻ്റെ മക്കളെയും അതുപോലെ തന്നെ ഉമ്മയും എൻ്റെ കസിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ അവിടുന്ന് ടൗണിലാണ്, കസിൻ്റെ ഫ്ലാറ്റിലാണ് അവളുള്ളത്. അപ്പോൾ അവളെ ഫ്ലാറ്റിലാക്കിയിട്ട് അവിടുന്ന് ഒരു ബേക്കറായിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ പാർട്ടി നടക്കുന്ന ഹാളിലോട്ട് പോകുന്നത്. അപ്പോൾ ഉപ്പള നിയറസ്റ്റ് ആയിട്ട് വരുന്ന ബേക്കറാണ് ഇവള്. സാബി കേക്കറി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ കാസർഗോഡ് ടൗണിലുള്ള ഹോഞ്ചോ കഫേയിലാണ് കേട്ടോ ഞങ്ങളുടെ പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഹോഞ്ചോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു കഫേ ആണ്. അവിടെ പാർട്ടി ഹാളും ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇത് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഹാഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ബേക്കറായിട്ടുള്ള തസ്രി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബ്രദറാണ്. അവന് ഹാഫീസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ ഉണ്ട്, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ കോൺടാക്റ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഹോഞ്ചയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ബേക്കേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വരുന്ന സ്വീറ്റ്സും ഡെസേർട്ട്സും കേക്ക്സും ഒക്കെ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളൊരു 10-60 ബേക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഓരോ ഐറ്റമും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഞാൻ ട്രസ്ലച്ചസ് കേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസ് വീതം കൊണ്ടുപോകുമ്പം നല്ലൊരു ടേബിൾ ഫുൾ സെറ്റ് ആവുമല്ലോ. പിന്നെ ടേബിളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഹോഞ്ചോക്കാർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വക ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ആ ഗ്രീൻ കളറിൽ കാണുന്നത് അവരുടെ വക ഉണ്ടായിരുന്ന വെൽക്കം ഡ്രിങ്ക് ആണ്. ബാക്കി കേക്ക്സ് 2 എണ്ണം 2 പേര് ഉണ്ടാക്കി കൊണ്ടുവന്നു. ബാക്കി സാധനങ്ങളൊക്കെ ഓരോ സാധനങ്ങളും ഓരോ ബേക്കർ വീതം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പേര് പറയാൻ പോലും എനിക്ക് തന്നെ അറിയില്ല. കാരണം അറിയാമെങ്കിലും പറഞ്ഞാൽ തീരില്ല, അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഗ്രാൻഡ് ബ്രൈഡൽ ഷോ പാർട്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ തസ്രിത്തയാണ് കേട്ടോ. നമ്മുടെ തപസ്സും കിച്ചണിലെ തസ്രിത്താനെ എല്ലാവർക്കും അറിയായിരിക്കാം. അപ്പോൾ ആ തസ്രിത്തയാണ് ബ്രൗണി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഹൽവയും കൊണ്ടുവന്നിട്ടുള്ളത് തസ്രിത്ത തന്നെയാണ്. പിന്നെ ഇതിപ്പം അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ ഈ അറേഞ്ച് ചെയ്യാനുള്ള ട്രൈയും കാര്യങ്ങളും അതൊക്കെ എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ബേക്കേഴ്സിൻ്റെ കയ്യിൽ കേക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്ന ബേക്കേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഓരോ സാധനങ്ങളും, ഇപ്പോൾ കളർ കോമ്പിനേഷൻ ഞങ്ങൾ വുഡൻ ആൻഡ് ഗോൾഡൻ എന്നൊരു കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാച്ച് ആവുന്ന ഓരോ ഐറ്റംസ് എല്ലാ ബേക്കേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഒരു ടേബിളിലോട്ട് സെറ്റ് ആവുന്ന രീതിയിലുള്ള ട്രേയും കാര്യങ്ങളും വെച്ചിട്ട് അതിൽ ഈ ഒരു ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറേഞ്ച് ചെയ്യാൻ പറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ തസ്രിത്താർ പറയുന്നത്. അപ്പോൾ ഞാനും തസ്രിത്തയും കൂടിയിട്ട് കുറച്ച് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനെത്തുമ്പം ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് പേരെത്തിയിട്ട് സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു പകുതി വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴിയുമ്പോൾ ഞാനും കൂടി അതിൽ എന്താ പറയുക, ഞാനും കൂടി അതിൽ കുറച്ചും കൂടി സഹായിച്ചു. അപ്പോൾ തസ്രിത്താൻ്റെ ചാനൽ എല്ലാവരും പോയി കാണണം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു ഡോണറ്റ് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സെമി സത്താറാണ്. സെമീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ബേസ്ഡ് ആയിട്ടുള്ള ബേക്കറാണ്. അപ്പോൾ അവൾ ഇതുപോലത്തെ ഡോണറ്റ് സ്റ്റാൻഡ് പിന്നെ ബോക്സ് അതൊക്കെ അവളുടെ ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവന്നതാണ്.
പിന്നെ ഞങ്ങൾ സ്റ്റിക്കർ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഹോം ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്, വിത്ത് ലവ് ഹോം ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹോം ബേക്കേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരുക്കുന്ന പാർട്ടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് ഈ ജാർ കേക്കിലും മറ്റുമൊക്കെ ഞങ്ങൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ബ്രൈഡ് വരുന്നതിന് മുമ്പാണ് കേട്ടോ, ബ്രൈഡ്സ് വരുന്നതിന് മുമ്പാണ്. അവർക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അവർ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെടാപ്പാട് പെടുകയാണ്. പക്ഷെ അവർ വരുമ്പോൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടോ. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. തസ്രിത്ത വീഡിയോ എടുക്കുന്നുണ്ട്, തസ്രിത്താൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. തസ്രിത്തയൊക്കെ എപ്പോഴേ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ചാനലിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തസ്രിത്താൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ ബ്രൈഡ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരുപാട് ബേക്കേഴ്സ് ഉണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു ബ്രൈഡ് എത്തിയിട്ടുണ്ട്. bakeurdreams എന്ന് പറഞ്ഞിട്ടാണ് ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജ്. റബ്ന എന്നാണ് ഈ ബ്രൈഡിൻ്റെ പേര്. അപ്പോൾ ഈ ബ്രൈഡിനൊന്നും അറിയുന്നില്ല. ബ്രൈഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിങ്ങനെ പറഞ്ഞിട്ട് വീട്ടുകാർ പറയാണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ എന്ന പേരിൽ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ കണ്ടില്ലേ, ബ്രൈഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, തികച്ചും സസ്പെൻസ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. അത്രയും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഇത്രയും ബേക്കേഴ്സ് കൂടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അവൾ വീട്ടിലറിഞ്ഞിട്ട് പോലും അവൾ അറിയാണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഇത്രയും അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഇത്രയും കേക്ക്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തികച്ചും ഹാപ്പി ആയിപ്പോയി ഈ ബ്രൈഡ്. പിന്നെ ഒരു ബ്രൈഡ് മാത്രമല്ല കേട്ടോ, വേറൊരു ബ്രൈഡും കൂടിയുണ്ട്. അപ്പോൾ ഇവളെത്തിയിട്ടും കുറേ ലേറ്റ് ആയിട്ടാണ് ആ ഒരു ബ്രൈഡ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു റബ്നാൻ്റെ മാത്രം കുറച്ച് പിക്സൊക്കെ എടുത്തു. പിന്നെ ഡ്രസ്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ബേക്കറായിട്ടുള്ളൊരു ഫ്രണ്ട് തന്നെയാണ്. അവൾക്ക് ബോട്ടിക്ക് ഉണ്ട്. എവിടെയെന്ന് വെച്ചാൽ മാംഗ്ലൂർ കങ്കനാടി ബേസ്ഡായിട്ട് അവൾക്കൊരു ഷോപ്പുണ്ട്. അപ്പം നല്ലൊരു ഡിസൈനറാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഇൻസ്റ്റഗ്രാം ലിങ്ക്. പിന്നെ ഫോട്ടോഗ്രാഫീൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിലുള്ള കുറേ വീഡിയോസ് എടുത്തിട്ടുള്ളത് ഇവനാണ് കേട്ടോ. ഹഫീസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇവനാണ്. അപ്പോൾ അവൻ എനിക്ക് വീഡിയോ അവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഉപകാരമായി എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും വിശന്നിട്ട് വേറൊരു ബ്രൈഡിനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് കഴിക്കാനുണ്ട്. സ്വീറ്റ് ഐറ്റംസ് അല്ലാണ്ട് സ്നാക്ക് ഐറ്റംസ് ഒരുപാട് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഹോൺചോയിന്ന് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഡെസേർട്ട്സൊക്കെ. അപ്പോൾ അതും പിന്നെ കൊണ്ടുവന്നതും എല്ലാം കൂടി ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഹോൺചോയിലെ നമ്മുടെ ഷെഫ് ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഞങ്ങളുടെ ഈ ഒരു സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുകയാണ് ഷെഫ്. അപ്പം നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ ഷെഫ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷെഫ് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഷെഫിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴേക്കും അടുത്ത ബ്രൈഡും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ബ്രൈഡ് എത്തുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾ വിശന്നിട്ടൊക്കെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രൈഡ് എത്താണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഞങ്ങളുള്ളത് കർട്ടനുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ആളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പുറത്തുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൈഡ് മാത്രമല്ല, ബ്രൈഡിൻ്റെ കൂടെ വീട്ടുകാരും ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രൈഡിനോട് സ്വർണ്ണം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ളൊരു രീതിയിൽ വന്നിട്ട് അവർ കർട്ടൺ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഇവളും നന്നായിട്ട് ഷോക്കായിപ്പോയി.
ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി ആ ഒരു ബ്രൈഡും. അപ്പോൾ ഇവളുടെ ഇൻസ്റ്റഗ്രാം പേജ് എന്ന് പറയുന്നത് bakeurdreams എന്നാണ്. അല്ല bakeurdreams അല്ല, bake my day എന്നാണ് കേട്ടോ, സോറി. അപ്പോൾ പാത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവളുടെ നെയിം. അപ്പോൾ ഇൻസൈഡിൽ നിന്നുള്ളൊരു വ്യൂവും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉള്ളിൽ നിന്ന് വേറെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഷോക്ക്ഡായി പോയി ഇവള്. അങ്ങനെ ആ ബ്രൈഡും കൂടി എത്തിയത് കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ക്യൂ നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ബഫേ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂ നിന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവർ പിന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ മന്തി, പിന്നെ ഒരു കബാബ് ഉണ്ടായിരുന്നു, പിന്നെ ടൊമാറ്റോ സോസ്, ഇത്രയും, പിന്നെ ഒരു ഡെസേർട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ടേബിളിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഹോഞ്ചോയിലെ സംഘാടകർ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിലുള്ളൊരു പെരുമാറ്റം ഒക്കെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പാർട്ടി അവിടെ അറേഞ്ച് ചെയ്താലും അവർ വന്നിട്ട് മുകളിലോട്ട് വന്നിട്ട് അന്വേഷിക്കലും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് അവർ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദറും കൂടി വരുന്നുണ്ട്. അതും ഇൻഷാല്ലാ ഇവിടെ തന്നെ ആയിരിക്കും. യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വൈകാതെ ഉണ്ടാവും. എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ബ്രൈഡ്സിന് അവർ ഷെഫിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. പിന്നെ നമ്മുടെ കൗസിത്ത ബ്രൈഡ് ടു ബീൻ്റെ ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൗസിത്ത, സെമിത്ത, അതുപോലെ തന്നെ സുമി ഒക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് കേട്ടോ. കേക്ക് ക്ലോക്ക്, അതുപോലെ തന്നെ സെമീസ് കിച്ചണ്, പിന്നെ RKR ബേക്സ്, ഇതൊക്കെയാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം പേജിൻ്റെ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുക. പിന്നെ ബ്രൈഡ്സിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ബ്രൈഡിൻ്റെ കൂടെ നിന്നിട്ട് ഒരുപാട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇങ്ങനെ ക്രാഫ്റ്റ് പോലത്തെ ടൈപ്സൊക്കെ വരുന്നില്ലേ ബ്രൈഡ് ടു ബിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇത്രയും ഐറ്റംസൊക്കെ നിങ്ങളെപ്പോൾ തിന്ന് തീർത്തുന്നു. പിന്നെ ഞങ്ങൾ ഇതവിടെ കഴിച്ചതൊന്നുമല്ല കേട്ടോ. ഈ ഒരു വലിയ 2 കേക്ക്സ് മാത്രമേ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ എല്ലാ ബേക്കേഴ്സും വീട്ടിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അതും അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോക്സൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും എല്ലാവർക്കും കിട്ടുന്ന പോലെ ബോക്സിൽ ഓരോ പീസ്, പിന്നെ ഇപ്പോൾ ജാർ കേക്ക് അതൊക്കെ ഓരോ ജാർ കേക്ക് വീതം ഓരോ ബേക്കേഴ്സിനും അങ്ങനെയാണ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ ഇതെല്ലാം ബോക്സിലാക്കിയിട്ടുണ്ട് എല്ലാ ബേക്കേഴ്സിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാമല്ലോ. നമ്മളിവിടെ ഒറ്റക്ക് കഴിക്കുന്നതിലും എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ഒരു ടീ വിത്ത് സ്നാക്ക് ഉണ്ടായിരുന്നു. അതും ഹോഞ്ചോയിൽ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു പാർട്ടിയാണ്. അപ്പോൾ നല്ലൊരു പാർട്ടി ചെയ്യാനുള്ളൊരു ഹാളും കൂടിയാണ് നമ്മുടെ ഹോഞ്ചോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹോഞ്ചോയിലൊക്കെ പ്ലാൻ ചെയ്യാൻ നോക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു സ്വീറ്റ്സൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോവുകയാണ്. ഞാൻ പോകുമ്പോഴും ആ സാബി കേക്കറിയുടെ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.